സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സഭാപ്രസംഗി 11:9. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്താണ് പറയുന്നത്? യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ എന്താണ്? സന്തോഷിക്കുക. ഇന്ന് യൗവനക്കാരായ അനേകം ആളുകൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന കാര്യത്തിൽ, രക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ പിന്മാറിപ്പോകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, കർത്താവിൽ വിശ്വസിച്ചാൽ പിന്നെ സന്തോഷത്തോടെ ആയിരിക്കാൻ കഴിയില്ല എന്നുള്ള ഭയം. എന്നാൽ ബൈബിളിൽ അങ്ങനെ പറയുന്നില്ല. യൗവനക്കാരാ, നീ കരയൂ എന്ന് പറയുന്നില്ല. യൗവനക്കാരാ, മിണ്ടാതിരിക്കുക എന്ന് പറയുന്നില്ല. യൗവനക്കാരാ, നിരാശപ്പെട്ട് ഭാരത്തോടായിരിക്കുക എന്ന് പറയുന്നില്ല. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ, യൗവനപ്രായം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്താണെന്ന് ചോദിച്ചാൽ അത് യൗവനമാണ്. ബാല്യകാലത്ത് മാതാപിതാക്കളുടെ കീഴിൽ നീ ആയിരിക്കുന്ന സമയത്ത് നിനക്കത്ര അറിവൊന്നും കാണുകയില്ല. പിന്നെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് മധ്യവയസ്കനാണെങ്കിലും, പിന്നെ ഭാര്യ, മക്കൾ, ജോലി, സമ്പാദ്യം, അങ്ങനെ കുടുംബ ഭാരങ്ങളൊക്കെ ആയി നിനക്ക് ഭാരം അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ യൗവനക്കാലം എന്ന് പറയുമ്പോൾ അത് പക്വത പ്രാപിച്ചു വരുന്നതായ ആ സമയമാണ്. അത് പഠിക്കുന്നതായ സമയമാണ്. നീ ജീവിതത്തിൽ പഠിച്ചതായ കാര്യങ്ങളെ എല്ലാം പ്രാവർത്തികമാക്കിയെടുക്കുന്നതായിട്ടുള്ള കാലമാണ്. അതാണ് വളരെ ഊർജ്ജസ്വലതയോടുകൂടി, വളരെ ഉത്സാഹത്തോടുകൂടി ആയിരിക്കുന്നതായ സമയമാണ്. ഒരു ആനന്ദകരമായ സമയമാണ്, ഉത്സാഹകരമായ സമയമാണ്. ഈ സമയത്ത് തെറ്റായ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ നീ ഇടം കൊടുക്കുകയാണെങ്കിൽ നിനക്കുള്ളതായ സൗന്ദര്യത്തെ, നിനക്കുള്ളതായ കഴിവിനെ, നിനക്കുള്ളതായ ബലത്തെ, നിനക്കുള്ള അവസരങ്ങളെ, നിന്റെ ജീവിതത്തിലുള്ള പ്രത്യേകതകളെല്ലാം ഒരു യൗവനക്കാരനായി ഒരു വ്യക്തി മാറുന്നതായ സമയത്ത്, ആ സമയത്ത് അവൻ്റെ ജീവിതത്തിൽ ഏതു കഴിവുകളാണ് ഉള്ളതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഓരോരുത്തർക്കും എന്താണ് ആവശ്യമെന്ന് ദൈവത്തിനറിയാം. ആരും ദാവീദിന് ഗിറ്റാർ വാങ്ങിച്ചു കൊടുത്തില്ല, പുല്ലാങ്കുഴൽ വാങ്ങിക്കൊടുത്തില്ല. മരത്തിൽ നിന്നൊരു കൊമ്പൊടിച്ചെടുത്തു, വള്ളികളിൽ നിന്ന് കുറെ വള്ളികളെടുത്ത് കെട്ടിയിട്ട് ഒരു സംഗീത ഉപകരണമാക്കി അവനത് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചു. ദൈവം അവനെ വിളിച്ചത് പാട്ടുകാരനായിട്ടല്ല, രാജാവായിട്ടായിരുന്നു വിളിച്ചത്. എന്നാൽ അവൻ എന്താണ് പഠിച്ചത്? പാട്ട് പഠിക്കുവാനിടയായി. അവന് എന്തും ചെയ്യുവാനുള്ള മനസ്സുണ്ടായിരുന്നു. ദൈവം അവന് എല്ലാം കൊടുത്തു. ഒരുപക്ഷെ നിനക്കും എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രാവീണ്യമുണ്ടായിരിക്കാം. എന്നാൽ കർത്താവിലുള്ളവൻ പറയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന്. യൗവനപ്രായത്തിൽ ഇങ്ങനെ പഠിക്കണമെന്നുള്ളതായ ആഗ്രഹമുണ്ടായിരിക്കണം. നീ യൗവനത്തിൽ പഠിച്ചെടുക്കുന്നത് നിന്റെ ജീവിതകാലം മുഴുവനും നിന്നെ സ്വാധീനിക്കുവാനിടയാകും. ഒരു മോശമായ കാര്യം പഠിച്ചാൽ അത് നിന്റെ ജീവിതം മുഴുവനും സ്വാധീനിക്കും. യൗവനപ്രായത്തിൽ നീ തോന്നിയതുപോലെ ചിന്തിച്ച് നടക്കുകയാണെങ്കിൽ, ജഡപ്രവർത്തികൾക്ക് ഇടം കൊടുത്താൽ, ഈ സെൽഫോണുകൾ വന്നതിന് ശേഷം അനേകം യൗവനക്കാരെ നോക്കുക, അവരുടെ മനസ്സുകളെ മാലിന്യക്കുഴിയായിട്ട് മാറ്റുകയാണ്. പലപ്പോഴും അവരുടെ ജീവിതങ്ങളെ, അവരുടെ ചിന്തകളെ ചപ്പുചവറ് മാലിന്യമുള്ളതായ അവസ്ഥയിലാക്കി മാറ്റുകയാണ്. നമുക്കറിയാം, ദുർഗന്ധം വമിക്കുന്നതായ മാലിന്യ കൂമ്പാരം അതിൻ്റെ അടുത്ത് ചെന്നാൽ എങ്ങനെയായിരിക്കും? എത്ര വലിയ ദുർഗന്ധമായിരിക്കും അല്ലേ? ആ സെൽഫോണിൽ അത് പല രീതിയിലുള്ള, പല മോഡലുകളിലുള്ളതായ ഫോണുകൾ, വ്യത്യസ്തമായ ഫോണുകൾ നിങ്ങൾക്ക് ഉണ്ട്, എനിക്കറിയാം. ഏത് ഫോൺ ഉപയോഗിച്ചാലും ശരി, അതിൽ നിങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ എന്താണ്, നിങ്ങൾ സെർച്ചിങ് അതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതും ഇതും ഓരോരോ ദൃശ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് കണ്ണു തുറക്കാനും അടയ്ക്കുവാനും കഴിയാത്ത അവസ്ഥ. ചെന്നൈയിൽ നമ്മുടെ ചർച്ചിൻ്റെ അടുത്ത് IIT ക്യാമ്പസ് ഉണ്ട്.
അവിടെ ഒരു വ്യക്തി ചേർന്നു വന്നാൽ അർത്ഥം അവൻ വളരെ ബ്രില്യൻ്റ് ആകുന്നു എന്നാണ്. നല്ല റാങ്ക് കിട്ടിയവർക്ക് മാത്രമേ അവിടെ പഠിക്കുവാൻ അവസരം ലഭിക്കുകയുള്ളൂ. അവിടെ കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ പഠിക്കാൻ വേണ്ടി ആൾക്കാരെ അയച്ചിരിക്കുമ്പോൾ ഒന്നാമത്തെ വർഷം തന്നെ, ഒന്നാം വർഷത്തിൻ്റെ മധ്യഭാഗത്താകുമ്പോൾ അല്ലെങ്കിൽ വർഷാവസാനമാകുമ്പോഴേക്കും അത്ര നന്നായി പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻറ്റുകൾ അനേകർ ലഹരിക്കടിമപ്പെടുന്നു. പോണോഗ്രഫിക്ക് ഇടം കൊടുത്ത് ദുശീലങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വലിയ ക്യാമ്പസാണ്. പുറത്തുനിന്നുള്ള ആളുകൾക്ക് അതിനുള്ളിൽ പ്രവേശിക്കുവാൻ വേണ്ടി അനുവാദമില്ല. ദുഷ്പ്രവർത്തികൾ അവർ ചെയ്യുന്നു. ഒരുപാട് മാതാപിതാക്കൾ വന്ന് കരയാറുണ്ട്, എൻ്റെ മകനെ ഞാൻ നല്ല രീതിയിൽ കൊണ്ടുവന്നതാണ്, എന്നാൽ ഇപ്പോൾ അവന് പഠിക്കുവാൻ കഴിയുന്നില്ല, ഫെയിലായി, പഠനത്തിൽ താല്പര്യമില്ല, എന്തുപറ്റി, എന്താണ് മകനെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അശ്ലീല ദൃശ്യങ്ങൾ കണ്ട് എൻ്റെ മനസ്സെല്ലാം ഇപ്പോൾ ദുഷിച്ചിരിക്കുകയാണ്. എപ്പോഴും എൻ്റെ മനസ്സിൽ ആ ചിത്രങ്ങൾ മാത്രമാണ് വരുന്നത്. പഠനത്തിൽ എനിക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്നില്ല. എൻ്റെ മനസ്സിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല എന്നവർ പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തുംപിടിയും കിട്ടുന്നില്ല, ദുഃഖിക്കുകയാണ്. ഈ സങ്കടം മറക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ലഹരി ഉപയോഗിക്കുന്നത്. എൻ്റെ ശരീരത്തിനും രോഗം ബാധിച്ചിരിക്കുന്നു. യൗവനക്കാരാ, ഡ്രഗ്സിലല്ല നിന്റെ സന്തോഷം, പ്രോണോഗ്രാഫിയിലല്ല നിന്റെ സന്തോഷം, ഫ്രണ്ട്ഷിപ്പിലല്ല നിന്റെ സന്തോഷമുള്ളത്. സിനിമ കണ്ടാൽ സിനിമയിൽ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ നമുക്ക് കാണാൻ കഴിയുമല്ലോ. ഏത് സിനിമ കണ്ടാലും അതിൽ ഹീറോയും ഹീറോയിനുമില്ലേ? ശരിയല്ലേ? 2 ഹീറോയിനുകൾ, ഒരു ഹീറോ, അല്ലെങ്കിൽ 2 ഹീറോ, അതുപോലെ ഒരു ഹീറോയിൻ, അതുപോലെ ഒരു വില്ലൻ. ഇത് സർവ്വസാധാരണമാണ്. അതുപോലെ ഒരു കൊമേഡിയൻ കാണും, ഒരു സ്റ്റണ്ട്, അതുപോലെ 2-3 പാട്ടുകൾ. ഞാൻ 71കളിൽ കണ്ടതാണ് ആ സിനിമ. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ മാത്രമായിരുന്നുള്ളത്. അന്ന് നല്ല കഥയൊക്കെ ഉണ്ടായിരുന്നു. അവസാനം എല്ലാവരും കൂടി ക്ഷമയൊക്കെ ചോദിക്കുമായിരുന്നു, ശുഭമെന്ന് പറയുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമകളിൽ കാണുന്നതായ ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും കറക്കവും ഒക്കെ കണ്ടിട്ട് യൗവനക്കാരായിരിക്കുന്ന കുട്ടികൾ, എത്രയോ ആളുകൾ ഇത് യഥാർത്ഥമാണെന്ന് വിചാരിച്ച് അവരുടെ ജീവിതത്തിലും അവരുടെ കോളേജ് ജീവിതത്തിലും ഗേൾ ഫ്രണ്ടുകളെയും ബോയ് ഫ്രണ്ടുകളെയും ഒക്കെ അവർ സംഘടിപ്പിക്കുന്നു. അവരുടെ ബന്ധം അനാവശ്യമായ രീതിയിലേക്ക് മുൻപോട്ട് പോവുകയും അവസാനം സ്നേഹമെന്നതിൽ കവിഞ്ഞുകൊണ്ട് ഒരു ലെസ്റ്റിന് അവരുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുകയും അവരുടെ ജീവിതങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. നീ ആദ്യം പഠിത്തത്തിൽ ശ്രദ്ധിക്കണം, നിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം, അതിനനുസരിച്ച് സമയത്തെ ഉപയോഗിക്കണം. കുടുംബ ജീവിതത്തെക്കുറിച്ച് നീ മനസ്സിലാക്കണം, വിവാഹം എന്താണെന്ന് മനസ്സിലാക്കണം, ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, പക്വതയുണ്ടായിരിക്കുന്ന വ്യക്തിയായിരിക്കണം. അതിനുശേഷമാണ് വിവാഹകാര്യം, അതിനുശേഷമാണ് പ്രേമം. അല്ലാതെ വിവാഹത്തിന് മുൻപ് തന്നെ പ്രേമിക്കുന്നതല്ല, വിവാഹം കഴിഞ്ഞിട്ട് പ്രേമിക്കണം. സ്നേഹം വിശുദ്ധമായതാണ്. യൗവനക്കാലത്ത് നിനക്ക് വേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. തിരിച്ചറിവില്ലാത്തതായ കാലത്ത് യൗവന ഇച്ഛകൾക്ക് ഇടം കൊടുത്ത് ലക്ഷ്യമില്ലാതെ എത്രയോ യൗവനക്കാർ തങ്ങളുടെ ജീവിതങ്ങളെ നശിപ്പിക്കുന്നുണ്ട്. യൗവനക്കാരാ, സന്തോഷമായിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ചാരായം കുടിക്കണമെന്നല്ല. സന്തോഷത്തോടെ ആയിരിക്കാനുള്ള മാർഗം പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടുന്നതല്ല. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ബോയ് ഫ്രണ്ടാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ, നിങ്ങൾ 2 പേരും ചെന്നിട്ട് കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ പാർക്കിലോ പോയി ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾ പോയി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുമോ? അയ്യോ, ആരെങ്കിലും കാണുന്നുണ്ടോ? അയ്യോ, ആരെങ്കിലും പെരുമാറിക്കുമോ? അയ്യോ, സമയമായി, ഇപ്പം വീട്ടിൽ പോകണം എന്ന് സന്തോഷമാണോ ഉണ്ടാകുന്ന, ഭയമാണോ? അവിടെ സന്തോഷമാണോ ഉണ്ടാകുന്നത്, ടെൻഷനാണോ? അത് സന്തോഷമെന്ന് ചിന്തിച്ചാൽ അജ്ഞാനമാണ്, അത് ബന്ധനത്തിലാകപ്പെടുന്നതാണ്. നീ ഭയത്തിലാകപ്പെടുന്ന കാര്യമാണത്. യഥാർത്ഥമായ സന്തോഷം, യഥാർത്ഥമായ സ്വാതന്ത്ര്യം വിശുദ്ധിയോടെ ജീവിക്കുമ്പോഴാണ്. ആരെയും ഭയപ്പെടേണ്ടതായ ആവശ്യമില്ലാത്ത, മനുഷ്യനെ ഭയപ്പെടേണ്ടാത്ത കാര്യമില്ലാത്ത അവസ്ഥയിൽ നീ ആകുമ്പോൾ, അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുമ്പോഴാണ് യഥാർത്ഥമായ സന്തോഷം, യഥാർത്ഥമായ സ്വാതന്ത്ര്യം. ഞാൻ ഇത് ചെയ്യുമ്പോൾ എന്നെ ആരും ചോദ്യം ചെയ്യില്ല, എനിക്ക് ആരെയും ഭയപ്പെടേണ്ടതായ കാര്യമില്ല എന്ന അവസ്ഥയിൽ നീ ആയിരിക്കുമ്പോഴായ സമയത്താണ് യഥാർത്ഥമായ സന്തോഷവും സ്വാതന്ത്ര്യവും നിനക്ക് ഉണ്ടാകുന്നത്. ആരെങ്കിലും കണ്ടുപിടിക്കുമോ, ചോദിക്കുമോ എന്നുള്ള ഭയത്തോടെ ആയിരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷത്തോടെ ആയിരിക്കുവാൻ കഴിയില്ല. അപ്പനോടും അമ്മയോടും ധൈര്യത്തോടെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ കഴിയില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയെന്ന് വിളിക്കാൻ കഴിയില്ല. തലകുനിച്ച് മുറിയിൽ പോയി കതകടയ്ക്കുകയാണോ? പിതാവിനെ കാണുമ്പോൾ പോലീസ് എന്ന പോലെ ഭയപ്പെടുകയാണോ? നോക്കുക, എത്രയോ യൗവനക്കാർ ഇന്ന് അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കുന്നുണ്ട്. അവരുടെ ജീവിതങ്ങളെ സമ്മർദ്ദത്തിലാക്കി നിൽക്കുന്നുണ്ട്.
മനസ്സിൽ എനിക്ക് യാതൊരു ഭയവുമില്ല, എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് നല്ല ഫ്രീഡമുണ്ട്, എനിക്ക് ആരെയും ഭയക്കേണ്ടതായ കാര്യമില്ല, എൻ്റെ മനസ്സിൽ യാതൊരു അസ്വസ്ഥതയുമില്ല, ഒരു ദുഃഖവുമില്ല, ഒരു ഭാരവുമില്ല, എനിക്ക് യാതൊരു വിധത്തിലുള്ള സ്ട്രെസ്സും ഇല്ല എന്നു നീ പറയുന്നതായ സമയത്താണ് നീ യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നതായ യൗവനക്കാരനാകുന്നത്. അതില്ലെങ്കിൽ നീ ബന്ധനത്തിലാണ്. നീ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നീ അറിയാതെ പ്രശ്നങ്ങളിലേക്ക് നീ അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. നിനക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ നീ ചിന്തിച്ച് നടക്കുക. യൗവനക്കാരാകുമ്പോൾ പല കുട്ടികളും എന്താണ് പറയുന്നത്? എൻ്റെ ഇഷ്ടം. നമ്മൾ കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കറിയൊക്കെയായിരുന്നു നമ്മെ കഴിപ്പിക്കുന്നത്. കൊച്ചുകുട്ടികളായിരിക്കുന്ന സമയത്ത് 1-2 വയസ്സൊക്കെ ആയിരിക്കുമ്പോൾ ഇഷ്ടമുള്ള ഉടുപ്പ് നിങ്ങൾ ഇടുമായിരുന്നോ? അമ്മ തരുന്നത് നിങ്ങൾ ധരിക്കും, അമ്മ തരുന്ന ആഹാരം നിങ്ങൾ കഴിക്കും. എന്നാൽ യൗവനപ്രായത്തിലാകുമ്പോൾ മോളെ, നീ ഈ ചുരിദാർ ഇട്ടാൽ മതി, നിനക്ക് നല്ലവണ്ണം ചേരുമെന്നൊക്കെ പറയുകയാണെങ്കിൽ പറയും അതെനിക്ക് വേണ്ട, എനിക്കത് കൊള്ളില്ല എന്ന്. അല്ലെങ്കിൽ മോളെ, ഇങ്ങനെ ഡ്രസ്സ് തയ്പ്പിക്കുക, പറ്റില്ല, അങ്ങനെ തയ്പ്പിക്കാൻ പറ്റില്ല, ഈ മോഡലിൽ തന്നെ തയ്പ്പിക്കണം. എന്താണ് ഇങ്ങനെയൊക്കെ? എന്താണ് നിങ്ങൾ ഡ്രസ്സുകൾ തയ്പ്പിക്കുന്നത്? മുതിർന്നവരും അങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ഇപ്പോൾ ധരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങളുടെ ശരീരം കവർ ചെയ്യുന്നത് ആയിരിക്കണം. ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. നിന്നെ കാണുമ്പോൾ തന്നെ ആ വ്യക്തി നിന്നെ ഒരു സഹോദരിയായിട്ട്, ഒരു മാനിയായ സ്ത്രീയായിട്ട്, ഒരു ബഹുമാനം നൽകുന്ന തരത്തിൽ ഉള്ള വസ്ത്രധാരണമായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ അശ്ലീല രീതിയിൽ നോക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. അതുപോലെ തന്നെ സഹോദരന്മാരും അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം കൊണ്ട് കീറി പറഞ്ഞൊരു പാൻറ് ഇട്ടിട്ട് ഞാൻ ചോദിച്ചു അതെന്താണ്, തയ്ച്ചുകൂടെ എന്ന്. എന്നോട് പറഞ്ഞു, അയ്യോ നിങ്ങൾക്കറിയില്ല, ഇത് സ്റ്റൈലാണ്, ഇതിന് ഇരട്ടി വിലയാകുന്നുവെന്ന്. ഈ പാൻറ് കല്ലിലിട്ട് അടിച്ചടിച്ചടിച്ചാണ് അത് പിഞ്ചിച്ച് കീറിയെടുക്കുന്നത്. ഈ ജീൻസിന് അതുകൊണ്ട് 5000 രൂപ വിലയുള്ളതാണ്. ഇട്ടുകൊള്ളൂ, എനിക്ക് കീറിപ്പോയ ജീൻസാണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ ഇട്ടുകൊള്ളൂ, കുഴപ്പമില്ല. എന്നാൽ ദൈവം നിന്നോട് കണക്ക് ചോദിക്കും. എന്താണ് അടുത്തത് വായിക്കുന്നത്? ആകയാൽ ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്ന് ഓർക്കുക. നിന്റെ അപ്പൻ ചോദിച്ചില്ലെങ്കിലും അമ്മ ചോദിച്ചില്ലെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ആരൊക്കെ ചോദിച്ചാലും ഇല്ല എങ്കിലും നിന്നെ സൃഷ്ടിച്ചതായ സൃഷ്ടികർത്താവ്, നിന്നെ സ്നേഹിക്കുന്നതായ യേശു കർത്താവ്, നിനക്കഴകും സൗന്ദര്യവും ആരോഗ്യവും നൽകിയിരിക്കുന്ന ദൈവത്തിനോട് നീ കണക്ക് പറയേണ്ടതാണ്. ഫ്രാൻസിസ് എന്നു പേരുള്ളതായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വസ്ത്രമെന്ന് വെച്ചാൽ ജീവനാണ്. അതിനൊത്തവണ്ണം തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് വസ്ത്രവ്യാപാരിയുമായിരുന്നു. പുതിയ പുതിയ വസ്ത്രങ്ങൾ, പുതിയ പുതിയ കളറുകൾ വരുന്നതായ സമയത്ത് തന്നെ ആ കാലത്തെ അങ്കികളായിരുന്നു ധരിക്കുന്നത്. നല്ല സിൽക്കിന്റെ തുണികളെ കൊണ്ടുവന്ന് അപ്പോൾ തന്നെ അങ്കികൾ ധരിച്ചിട്ട് അദ്ദേഹം വളരെ നല്ല രീതിയിൽ അത് ധരിച്ച് നടക്കുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് മാരകമായൊരു രോഗം പിടിപെട്ടു. മാസങ്ങൾ രോഗക്കിടക്കയിലായിരുന്നു. ശരീരം മുഴുവനും ശോഷിച്ചു, ത്വക്കുകളൊക്കെ ചുക്കിച്ചുളുങ്ങി, മുഖമൊക്കെ വികൃതമായി മാറി, വളരെ ശോഷിച്ചുപോയി. കുറെ മാസങ്ങൾ കഴിഞ്ഞ് സൗഖ്യം പ്രാപിച്ച ശേഷം അദ്ദേഹം വെളിയിലിറങ്ങി വില കൂടിയ ഒരു വസ്ത്രം തയ്പ്പിച്ചിട്ട് അതിട്ട് കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. വസ്ത്രമൊക്കെ നല്ലതാണ്, വില കൂടിയ തുണിയാണ്, അത് പളപള മിന്നുന്ന വസ്ത്രമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മുഖം നോക്കുമ്പോൾ, ആ ശരീരം നോക്കുമ്പോൾ, ഒരു അസ്ഥികൂടത്തിലേക്ക് വസ്ത്രമിടുമ്പോൾ എങ്ങനെയായിരിക്കും കാണുന്നത്? അതേ അവസ്ഥയായിരുന്നു. ഈ കാണുന്ന വസ്ത്രത്തിന്റെ ഷോറൂമുകളിൽ നമുക്കറിയാം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ബൊമ്മകളൊക്കെ വെച്ചിട്ട് അതിൽ വസ്ത്രങ്ങൾ ഇടിവിച്ച് നിർത്താറുണ്ട്. അത് മാറ്റിയിട്ട് അസ്ഥികൂടം വെച്ചിട്ട് അതിന് വസ്ത്രം ഇടിപ്പിക്കുകയാണെങ്കിൽ ആരെങ്കിലും അത് വാങ്ങുമോ? ആരെങ്കിലും ആ കടകളിലേക്ക് പിന്നെ കയറുവാനിടയാകുമോ? വസ്ത്രമാണോ നമുക്ക് പ്രധാനം? ശരീരമാണോ പ്രധാനം? അന്ന് ആ മനുഷ്യന്റെ കണ്ണു തുറക്കുവാനിടയായി. ഞാൻ വസ്ത്രങ്ങളെയാണോ സ്നേഹിച്ചത്? എന്നാൽ എനിക്ക് ശരീരം നൽകിയ ദൈവത്തെ ഞാൻ സ്നേഹിച്ചില്ല. എനിക്ക് ആരോഗ്യമുള്ളതായ സൗന്ദര്യമുള്ള ശരീരം നൽകിയ ദൈവത്തെ മറന്നിട്ട് വസ്ത്രങ്ങളുടെ മേൽ കണ്ണുവെച്ച് അതിൽ ആകർഷിക്കപ്പെടുവാനിടയായി എന്നും പറഞ്ഞ് മനസ്സിലാക്കി അവൻ രക്ഷിക്കപ്പെടുവാനിടയായി. പിന്നീട് അവനൊരു തീരുമാനമെടുത്തു, ഇന്നു മുതൽ എനിക്ക് ലോകത്തിന്റെ ഇമ്പം വേണ്ട, ദൈവത്തിനു വേണ്ടി ഞാൻ ജീവിക്കും എന്ന് അവന്റെ ഹൃദയത്തിൽ വലിയൊരു തീരുമാനമെടുക്കാനിടയായി.
ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതങ്ങൾ നിങ്ങൾ മറ്റു പല കമ്പനികൾക്കോ മറ്റു പല ആവശ്യങ്ങൾക്കോ വേണ്ടി വിദേശത്ത് പോയി പണം സമ്പാദിക്കാനോ ഒന്നുമല്ലാതെ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥന. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. നിനക്ക് സന്തോഷകരമായ അനുഭവം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ സ്വതന്ത്രനായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഉപയോഗിക്കുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. നീ എൻ്റെ സ്വത്ത്. നിന്നെ ദൈവത്തിന് വേണം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ ഞാൻ നിന്നെ അറിയുന്നു. ഞാൻ നിനക്കൊരു പ്രത്യേകത തന്നിട്ടുണ്ട്. എന്നാൽ നീ ലോകത്തിൽ സന്തോഷിക്കുന്നു. നീ പാപത്തിലാണ് സന്തോഷിക്കുന്നത്. നിന്റെ ജീവിതം നീ പാപം ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നിന്നെ ഞാൻ വില കൊടുത്ത് വാങ്ങിയതാണ്. കർത്താവിനോട് നമുക്ക് ക്ഷമ ചോദിക്കാം. എല്ലാ യൗവനക്കാരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, കർത്താവേ, ഞങ്ങളുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ഞങ്ങൾ സ്വതന്ത്രരാകുവാനിടയാകണം. ഞങ്ങൾ ക്രിസ്തുവിനുള്ളവരായിട്ട് പ്രയോജനകരമായി ജീവിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കാൻ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതം നിനക്ക് വേണ്ടി സമർപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നീ സ്നേഹിച്ചതായ, നീ അനുഗ്രഹിച്ചതായ, നീ ഒരുപാട് സ്നേഹിക്കുന്ന ഈ യൗവനക്കാരായ സഹോദരന്മാർ, സഹോദരിമാർ, അവരെ എല്ലാവരെയും നീ നോക്കണമേ. അവരുടെ ഹൃദയത്തെ നീ അറിയണമേ. അവരുടെ അവസ്ഥകളെ കണ്ടുകൊണ്ട് അവരോട് മനസ്സലിവ് കാട്ടി നിന്റെ മുറിവേറ്റ കരങ്ങൾ കൊണ്ട് അവരെ നീ സ്പർശിക്കണമേ. നിരാശകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അശ്രദ്ധകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ചിന്താഭാരത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്നവരെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. തോറ്റുപോയതായ, തകർന്നു പോയതായ പിശാചിന് എന്റെ മേൽ ഇനി യാതൊരു അധികാരവുമില്ല. ഞാൻ ക്രിസ്തുവിന്റെ പൈതലാണ്. ഞാൻ വില കൊടുത്ത് വാങ്ങപ്പെട്ട വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് കടന്നു പോകാൻ, നിന്റെ അഭിഷേകത്താൽ ദൈവത്തിന്റെ നന്മകളാൽ നിറയപ്പെടുവാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.